ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമോറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 4ാമത്തെ പാഠമാണ്. സമ്മാന പൊതി എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ഇതിലെ മുഴുവൻ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്തു നോക്കുന്നത് കേട്ടോ. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് STD2 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഫിസിനും ഫിസയും മാമനെ കാത്തിരിക്കുകയാണ്. അതാ മാമനെത്തി. സമ്മാനപ്പൊതി കൊണ്ടുവന്നല്ലോ. പൊതിയിൽ എന്തായിരിക്കും? എന്താ മക്കളെ നിങ്ങൾക്ക് തോന്നുന്നത്? മിഠായിയോ കളിപ്പാട്ടമോ അതോ വസ്ത്രങ്ങളോ എന്തായിരിക്കും പൊതിയിൽ ഉണ്ടായിരിക്കുക? അതൊന്നുമല്ല, പൊതിയില് സമ്പാദ്യപ്പെട്ടിയാണ്. ഹായ്, കുഞ്ഞു വീട് പോലൊരു പെട്ടി. പൈസയെല്ലാം നമുക്ക് ഇതിലിട്ട് വെക്കാം. രണ്ടുപേരും നാണയങ്ങളും നോട്ടുകളും എണ്ണിവെച്ചു. ആദ്യം ഫിസിന്റേത് നമുക്ക് നോക്കാം. നോക്കൂ, ഒരു 5 രൂപയുടെ നാണയമുണ്ട്, 10 രൂപയുടെ ഒരു നോട്ടുണ്ട്, 10 രൂപയുടെ ഒരു നാണയമുണ്ട്, 5 രൂപയുടെ ഒരു നോട്ടുണ്ട്, 1 രൂപയുടെ നാണയമുണ്ട്, 2 രൂപയുടെ നാണയമുണ്ട്. അപ്പോ ആകെ എത്ര രൂപയായി മക്കളെ? നമുക്ക് ഓരോന്നായിട്ട് കൂട്ടി നോക്കാം. ആദ്യം 10 രൂപ, 10ലേക്ക് ഒരു 5 രൂപ കൂടെ കൂട്ടുന്നു, നോട്ടുകൾ രണ്ടും, അപ്പൊ 15ആയി. പിന്നെ 15ലേക്ക് നാണയമായ 10 കൂട്ടുന്നു, അപ്പോ 25. പിന്നെ നാണയമായ 5 കൂട്ടുന്നു 25ലേക്ക്, അപ്പോ 30. പിന്നെ അതിലേക്ക് നാണയമായ 2 കൂട്ടുന്നു, അപ്പൊ 32. പിന്നെ 1 രൂപ നാണയം കൂടെ കൂട്ടുന്നു, അപ്പോ ആകെ 33. ഇനി ഫിസയുടേത് എത്രയായി? ഫിസയുടേത് വലിയൊരു 50ന്റെ ഒരു നോട്ടുണ്ട്, 5ന്റെ 2 നാണയങ്ങളും 1 രൂപയുടെ 2 നാണയങ്ങളും ഉണ്ട്. ആകെ എത്ര രൂപയായി? ആദ്യം നോട്ട് കൂട്ടാം. അതായത് 50 രൂപ മാത്രമുള്ള നോട്ട്, പിന്നെ 2 നാണയമായിട്ടുള്ള 5 രൂപ കൂട്ടാം. അപ്പൊ 50ലേക്ക് 5 കൂട്ടിയാൽ 55. പിന്നെ 55ലേക്ക് ഒരു 5 രൂപ കൂടെ കൂട്ടാം, അപ്പൊ 60. പിന്നെ ഒരു രൂപ കൂട്ടാം, 61. മറ്റൊരു 1 രൂപ കൂടെ കൂട്ടാം, 62. ആകെ 62 രൂപയാണ് ഫിസയ്ക്കുള്ളത്. ഏതൊക്കെ നോട്ടുകൾ? ഞങ്ങളുടെ കയ്യിൽ 5, 10, 50 രൂപ നോട്ടുകളുണ്ട്. വേറെ ഏതൊക്കെ നോട്ടുകളുണ്ട്? ഏതൊക്കെ നോട്ടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് മക്കളെ? 5 രൂപയുടെ നോട്ട്, 10 രൂപയുടെ നോട്ട്, 20 രൂപയുടെ നോട്ട്, 50 രൂപയുടെ നോട്ട്, 100 രൂപയുടെ നോട്ട്, 200 രൂപയുടെ നോട്ട്, 500 രൂപയുടെ നോട്ട്, 2000 രൂപയുടെ നോട്ട്. ഇതെല്ലാം നമുക്ക് നോട്ടുകളായിട്ട് ഇപ്പോ നിലവിലുള്ളതാണ്. എത്ര രൂപ? ഓരോ കൂട്ടത്തിലും എത്ര രൂപ എന്ന് കണക്കാക്കി വരച്ചു ചേർക്കൂ. നമുക്കിവിടെ രൂപകള് 100, 20, 50, 40, 30 എന്നിങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെ 10 രൂപയുടെ കൂട്ടങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്, ഇതിലേക്കാണ് വരുന്നത് എന്ന് വരച്ചു ചേർക്കാം. ആദ്യത്തേതിൽ 2 10 രൂപയാണുള്ളത്. അതായത് 10 കൂട്ടണം 10 20 ആണ്. 2 10 ചേർന്നാൽ 20. അടുത്തതിൽ 5 10കളുണ്ട്. 5 10 ചേർന്നാൽ 50. മൂന്നാമത്തതിൽ 10 10കളുണ്ട്. 10 തവണ 10 എഴുതി കൂട്ടിയാൽ 10 10കൾ ചേർന്നാൽ 100. അടുത്തത് 3 10കളാണുള്ളത്. 3 10കൾ ചേരുമ്പോൾ 30. അവസാനത്തേതിൽ 4 10കളുണ്ട്. 4 10കൾ ചേർന്നാൽ 40. പണമെടുക്കാം. ഫിസയും ഫിസിനും മാമനൊപ്പം പട്ടണത്തിലേക്ക് പോയി. ATMൽ നിന്ന് പണമെടുത്തു. ATMൽ നിന്ന് കിട്ടിയ നോട്ടുകൾ നോക്കൂ. 100 രൂപയുടെ 5 നോട്ടുകളും 200 രൂപയുടെ 3 നോട്ടുകളുമാണ് ഉള്ളത്. എത്ര 100 രൂപ നോട്ടുകളുണ്ട്? നമ്മൾ പറഞ്ഞു 5 എണ്ണമാണുള്ളത്. എത്ര 200 രൂപ നോട്ടുകളുണ്ട്? അത് നമ്മൾ പറഞ്ഞു 3 200 രൂപ നോട്ടുകളാണ് ഉള്ളത്. ചില്ലറയാക്കാം. അവർ ഓട്ടോയിൽ കയറി ചന്തയിലെത്തി. 100 രൂപയ്ക്ക് ചില്ലറയുണ്ടോ എന്ന് ഓട്ടോ ഡ്രൈവറോട് ചോദിക്കാണ്. ചില്ലറ കിട്ടിയത് നോക്കൂ. 10 രൂപകളായാണ് ചില്ലറ കിട്ടിയത്. എത്ര 10 രൂപ നോട്ടുകൾ കിട്ടി? 1 2 3 4 5 6 7 8 9 10 10 രൂപകൾ കിട്ടി. എല്ലാം 20 രൂപയായാലോ? അതായത് 10 രൂപ നോട്ട് കിട്ടിയപ്പോൾ 10 തവണ 10 കൂട്ടിയാൽ 100 ആയി. അപ്പൊ 20 രൂപയാണെങ്കിൽ എത്ര തവണ 20 കൂട്ടിയാലാണ് 100 ആവുക എന്നാണ് നോക്കേണ്ടത്. 20ലേക്ക് ആദ്യം 20 കൂട്ടിയാൽ 40 ആണ്. പിന്നെ 40ലേക്ക് ഒരു 20 കൂടെ കൂട്ടിയാൽ 60 ആയി. 60ലേക്ക് ഒരു 20 കൂടെ കൂട്ടിയാൽ 80 ആയി. അതിലേക്ക് ഒരു 20 കൂടെ കൂട്ടിയാൽ 100 ആയി. അപ്പൊ എത്ര 20കൾ കൂട്ടിയാകെ? 1 2 3 4 5 20കൾ കൂട്ടി. അപ്പോ 20 രൂപയാണ് ചില്ലറ കൊടുക്കുന്നതെങ്കിൽ 5 20 രൂപ നോട്ടുകൾ കൊടുക്കുമായിരുന്നു. എല്ലാം 5 രൂപയായാലോ? അപ്പോ 10 രൂപ 10 തവണ കൂട്ടിയാൽ 100 ആയി. 20 രൂപ 5 തവണ കൂട്ടിയാൽ 100 ആയി അല്ലെ? 5 രൂപ നമുക്ക് എത്ര തവണ കൂട്ടേണ്ടി വരും മക്കളെ? 5 രൂപ നമ്മൾ 20 തവണ 5 5 5 കൂട്ടണം 5 കൂട്ടണം അങ്ങനെ 20 തവണ 5 കൂട്ടുമ്പോഴാണ് 100 വരുന്നത്. അപ്പൊ 20 5 രൂപ നോട്ടുകൾ കൊടുക്കുമായിരുന്നു. വമ്പിച്ച വിലക്കുറവ്.
മാമൻ കുട്ടികളെയും കൂട്ടി കളിപ്പാട്ട കടയിലെത്തി. പകുതി വില മാത്രമാണ് കളിപ്പാട്ടങ്ങൾക്കുള്ളത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. അവിടെ ഒരു ചിഹ്നം കണ്ടോ? ഇത് രൂപയെയാണ് സൂചിപ്പിക്കുന്നത്. ഫിസിൻ 40 രൂപ വിലയുള്ള പാവ വാങ്ങി എങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഇപ്പൊ 40 രൂപയാണ് ഒരു പാവയ്ക്കുള്ളത്. പക്ഷെ അതിന്റെ പകുതി വില കൊടുത്താൽ മതി അല്ലേ? അതായത് 40ന്റെ പകുതി, 40ലേക്ക് അതായത് ഒരു സംഖ്യ 2 തവണ കൂട്ടിയാൽ 40 ആവും. അങ്ങനെയാണ് നമ്മൾ പകുതി കണക്കാക്കുക. അപ്പോൾ 20 സംഖ്യ. അതായത് 20ലേക്ക് 20 തന്നെ കൂട്ടുമ്പോഴാണ് നമുക്ക് 40 കിട്ടുന്നത്. അപ്പൊ 40ന്റെ പകുതി എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? 20 രൂപയാണ് വരുന്നത്. മറ്റുള്ളവയുടെ വില നോക്കൂ. എത്ര രൂപ കൊടുക്കണം? ഇപ്പൊ വില വിവരവും അതിന്റെ വില എത്രയാണ്, പകുതി വില എത്രയാണെന്നുള്ള പട്ടികയാണ് തന്നിട്ടുള്ളത്. ആദ്യത്തേത് 10 രൂപ. 10 രൂപയാണെങ്കിൽ അതിന്റെ പകുതി എത്രയാണ്? ഏത് സംഖ്യ 2 തവണ കൂട്ടുമ്പോഴാണ് 10 കിട്ടുന്നത്? 5 ആണ് അല്ലെ. 5 കൂട്ടണം 5 ആണ് 10. അപ്പൊ 5 രൂപയാണ് അതിന്റെ പകുതി വില. പിന്നെ അടുത്തത് 20 രൂപയാണ്. നമ്മൾ പറഞ്ഞു 20ന്റെ പകുതി 10 ആണ്. അടുത്തത് 100 രൂപ. ഏതോ ഒരു സംഖ്യ 2 തവണ കൂട്ടുമ്പോൾ നമുക്ക് 100 കിട്ടും. അത് 50 ആണ്. 50 കൂട്ടണം 50 ആണ് 100. അപ്പൊ ആ പകുതി വില എന്ന് പറയുമ്പോൾ 50 ആണ്. അടുത്ത സംഖ്യ നോക്കൂ. അടുത്ത വില 50 രൂപയാണ്. 50ലേക്ക് അതായത് ഏത് 2 സംഖ്യകൾ കൂട്ടുമ്പോഴാണ് നമുക്ക് 50 കിട്ടുന്നത്? ഒരേ സംഖ്യകൾ. 25 ആണ്. 25 കൂട്ടണം 25 ആണ് 50. അപ്പൊ 50ന്റെ പകുതി 25 രൂപ. പിന്നെ 40 രൂപയുടെ പകുതി എന്ന് പറയുമ്പോൾ എത്ര? 20 കൂട്ടണം 20 ആണ് 40. അതുകൊണ്ട് 40 രൂപയുടെ പകുതി 20 രൂപയാണ്. ഇവിടെ ഫിസ പറയുന്നത് നോക്കൂ. 5 രൂപയുടെ ഇരട്ടിയാണ് 10 രൂപ. 5 കൂട്ടണം 5 ആണ് 10. 5 രൂപയുടെ ഇരട്ടിയാണ് 10 എന്ന് പറയാം. അതല്ലേ പറഞ്ഞത് 10ന്റെ പകുതിയാണ് 5 എന്ന്. മനസ്സിലായോ? ഒന്നുകിൽ 5ന്റെ ഇരട്ടിയാണ് 10 എന്ന് പറയാം. അത് തന്നെ തിരിച്ചു പറയുമ്പോൾ ഈ ഇരട്ടിക്ക് പകരം എന്താവും? 10ന്റെ പകുതിയാണ് 5 എന്ന് വരും. ഓക്കെ. അപ്പൊ ഇരട്ടിയും പകുതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലായല്ലോ മക്കളെ. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ കിട്ടി. കളിപ്പാട്ടങ്ങളുടെ വില. രണ്ടുപേരും വാങ്ങിയ കളിപ്പാട്ടങ്ങൾ കണ്ടില്ലേ? ഫിസിൻ വാങ്ങിയത് ഏതൊക്കെയാണ് നോക്കൂ. ഇതിന്റെ വില നിങ്ങൾ അവിടെ എഴുതി കൊടുക്കാനാണ് ചോദ്യം. ആദ്യം വാങ്ങിയത് ഒരു ടെഡി ബിയർ ആണ്, ഒരു പാവയാണ്. അതിന്റെ വില 50 രൂപയായിരുന്നു. പക്ഷെ അതിന്റെ പകുതി കൊടുത്താൽ മതി. അതായത് 25 രൂപയാണ്. പിന്നെ രണ്ടാമത് വാങ്ങിയത് ഒരു വിമാനമാണ്. അതിന്റെ ശരിക്കുള്ള വില 100 ആണ്. പക്ഷെ അതിന്റെ പകുതിയായ 50 കൊടുത്താൽ മതി. പിന്നെ ഒരു ബോൾ വാങ്ങി. ബോളിന് 10 രൂപയാണ് ശരിക്ക്. പക്ഷെ അതിന്റെ പകുതിയായിട്ടുള്ള 5 രൂപയാണ് കൊടുത്തത്. 5 രൂപ. ആകെ എത്രയായി? 25 കൂട്ടണം 50 കൂട്ടണം 5 ചെയ്തു നോക്കുക. 50ലേക്ക് 25 കൂട്ടിയാൽ എത്രയായി? 0 കൂട്ടണം 5 5 ആണ്. 5 കൂട്ടണം 2 7 ആണ്. അപ്പൊ 75. 75ലേക്ക് 5 കൂടെ കൂട്ടിയാൽ 80. ആകെ 80 രൂപയായി. പിസ്സ വാങ്ങിയത് നോക്കൂ. ആദ്യം ഒരു താറാവിനെ വാങ്ങി അല്ലെ. താറാവിന് 20 രൂപയാണ് ശരിക്ക്. പക്ഷെ അതിന്റെ പകുതിയായ 10 രൂപ കൊടുത്താൽ മതി. പിന്നെ ഒരു മുയലിനെ വാങ്ങി. മുയലിന് 40 രൂപയാണ്. അതിന്റെ പകുതി 20 കൊടുത്താൽ മതി. പിന്നെ വിമാനം വാങ്ങി. വിമാനത്തിന് 100 രൂപയാണ്. അതിന്റെ പകുതിയായിട്ടുള്ള 50 കൊടുത്താൽ മതി. ഒരു പന്ത് വാങ്ങി. പന്തിന് 10 രൂപയാണ്. അതിന്റെ പകുതിയായ 5 രൂപ കൊടുത്താൽ മതി. ആകെ 10 കൂട്ടണം 20 കൂട്ടണം 50 കൂട്ടണം 5. 10ലേക്ക് ആദ്യം 20 കൂട്ടുക. 10 കൂട്ടണം 20 30 ആണ്. 30ലേക്ക് 50 കൂട്ടുക. 30ലേക്ക് 50 കൂട്ടുമ്പോൾ 80 ആണ്. 80ലേക്ക് 5 കൂട്ടുക. 85. ആകെ 85 രൂപയായി. ആരാണ് കൂടുതൽ രൂപയ്ക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിയത്? ഫിസയാണ് വാങ്ങിയത്. ഫിസിന് 80 രൂപയും ഫിസ 85 ആണ് അല്ലെ. 70 രൂപയ്ക്ക് ഏതൊക്കെ കളിപ്പാട്ടങ്ങൾ വാങ്ങാം? അത് കാണാൻ ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാൽ 70 രൂപ കിട്ടുമെന്ന് നോക്കിയാൽ പോരെ. അപ്പൊ നിങ്ങൾക്ക് പല രീതിക്ക് ഇത് ചെയ്യാം. ഏതൊക്കെ കൂട്ടിയാലാണോ 70 കിട്ടുന്നത് എന്നുള്ള രീതിക്ക് പല രീതിക്ക് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് നോക്കൂ. ഒരു മുയലിനെ വാങ്ങി. അതായത് 20 രൂപ അല്ലെ. 40ന്റെ പകുതി 20. പിന്നെ ഒരു വിമാനവും വാങ്ങി. വിമാനത്തിന് 100 ആണ്. അതിന്റെ പകുതി 50. അപ്പൊ 20 കൂട്ടണം 50 70 ആയി. ഇത് രണ്ടുമാണ് ഞാൻ എഴുതി കൊടുത്തത്. പണക്കണക്ക്. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഫിസിനും ഫിസയും സമ്പാദ്യപ്പെട്ടി തുറന്നു. എത്ര രൂപയുണ്ടെന്ന് എണ്ണി നോക്കി. ഫിസിൻ്റെത് നോക്കൂ ആദ്യം. 20 1 രൂപ നാണയങ്ങൾ കൂട്ടിയാൽ 20 രൂപയായി. 100 1 രൂപ നാണയങ്ങൾ കൂട്ടിയാൽ എത്ര രൂപയാകും? 100 1 രൂപ നാണയങ്ങൾ കൂട്ടിയാൽ 100 രൂപയാകും. 200 രൂപയാകാൻ എത്ര 1 രൂപ വേണം? 200 രൂപയാകാൻ 200 1 രൂപകൾ വേണം. 50 രൂപയാകാൻ എത്ര 10 രൂപ വേണം? അതായത് എത്ര 10കൾ കൂട്ടുമ്പോഴാണ് 50 ആവുക എന്ന് നോക്കണം.
10 5 തവണ കൂട്ടുമ്പോഴാണ് 50 ആവുക. 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10 ആണ് 50. അതുകൊണ്ട് 5 10 രൂപകൾ വേണം. 100 രൂപയാകാൻ എത്ര 10 രൂപ വേണം? 10 രൂപ നോട്ടുകൾ 10 തവണ കൂട്ടുമ്പോഴാണ് 100 ആവുക. അതുകൊണ്ട് 10 രൂപ നോട്ടുകൾ വേണം. 200 രൂപയാകാനോ? 200 രൂപയാകാൻ നമുക്കറിയാം 100 ആവാൻ 10 തവണ കൂട്ടണം അല്ലെ. വീണ്ടും ഒരു 10 നോട്ടുകൾ കൂടെ കൂട്ടിയാലോ 200 ആവും അല്ലെ. അപ്പോ 20 10 രൂപകൾ ചേർന്നാലാണ് 200 ആവുക. ചില്ലറയാക്കാം. ഇവിടെ തന്നിരിക്കുന്ന നോട്ടുകൾ നോക്കൂ. 10ന്റെ ഒരു നോട്ടുണ്ട്, 5ന്റെ ഉണ്ട്, 50ന്റെ ഉണ്ട്, 20ന്റെ ഉണ്ട്. ഷോബിൻ 100 രൂപ ചില്ലറ ആക്കിയപ്പോൾ ഈ നോട്ടുകളെല്ലാം കിട്ടിയിരുന്നു. ഓരോ നോട്ടും എത്ര എണ്ണം വീതമാകാം? 100 രൂപയാണ് ചില്ലറ ആക്കിയത്. അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 100 കിട്ടണം എന്നുള്ള രീതിക്ക് വേണം ചെയ്യാൻ. അത് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. പക്ഷെ ചെയ്യുമ്പോൾ ഉത്തരം എന്ത് കിട്ടണം? എല്ലാം കൂടെ കൂട്ടുമ്പോൾ 100 കിട്ടണം എന്ന് മാത്രം. അപ്പൊ ഞാൻ ആദ്യം 50 രൂപയുടെ ഒരു നോട്ടാണ് കൊടുത്തത്. അപ്പൊ 50 രൂപയായി. 20 രൂപയുടെയും 1 കൊടുത്തു. അപ്പൊ 50 കൂട്ടണം 20 70 ആയി. 10 രൂപയുടെ 1 കൊടുത്തു. അപ്പൊ 70 കൂട്ടണം 10 80 ആയി. ബാക്കി 20 രൂപ കൂടെ വേണം. അതായത് 5 രൂപ ഞാൻ 4 എണ്ണം കൊടുത്തു. അപ്പൊ 20 ആയി. അപ്പൊ 80 കൂട്ടണം 20 100 ആയി. ഇങ്ങനെ പല രീതിക്ക് നിങ്ങൾക്ക് അത് ചെയ്യാം. സമ്പാദ്യം. ഫിസയ്ക്ക് കിട്ടിയത് നോക്കൂ. ആദ്യം 1 രൂപ നാണയം 10 എണ്ണം. അപ്പോൾ 10 1 രൂപ നാണയങ്ങൾ ചേർന്നാൽ, അതായത് 1 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം അങ്ങനെ 10 തവണ 1 കൂട്ടിയാൽ 10 രൂപയായി. അപ്പൊ 10 രൂപ. 5 രൂപ നാണയം 3 എണ്ണം. അതായത് 5 കൂട്ടണം 5 കൂട്ടണം 5 15 രൂപയായി. 10 രൂപ നോട്ട് 2 എണ്ണം. 10 കൂട്ടണം 10 20 ആയി. 50 രൂപ നോട്ട് 1 50. ആകെ എത്ര രൂപയായി? നമുക്ക് വലിയ സംഖ്യയിൽ നിന്ന് കൂട്ടി തുടങ്ങാം. 50ലേക്ക് 20 കൂട്ടിയാൽ 70. 70ലേക്ക് 15 കൂട്ടിയാൽ 85. 85ലേക്ക് 10 കൂട്ടിയാൽ 95. ആകെ 95 രൂപ. ഇനി ഫിസിന് കിട്ടിയത് നോക്കൂ. 5 രൂപ നോട്ട് 1, 5 രൂപ നാണയങ്ങൾ 4, 10 രൂപ നോട്ടുകൾ 5. 5 രൂപ നോട്ടുകൾ 1 എന്ന് പറയുമ്പോൾ ഒരു 5 രൂപയാണുള്ളത്. അപ്പോൾ 5 രൂപ നാണയം 4, അതായത് 5 കൂട്ടണം 5 കൂട്ടണം 5 കൂട്ടണം 5 20 രൂപ. 10 രൂപ നോട്ടുകൾ 5. 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10 കൂട്ടണം 10 50. ആകെ 50 കൂട്ടണം 20 70. 70 കൂട്ടണം 5 75. ആരുടെ സമ്പാദ്യപ്പെട്ടിയിലാണ് കൂടുതൽ തുക? ഫിസയുടെ സമ്പാദ്യപ്പെട്ടിയിലാണ്. എത്ര കൂടുതൽ? ഫിസയ്ക്ക് 95 ആണ്, ഫിസിന് 75 ആണ്. അപ്പൊ എത്ര കൂടുതൽ എന്ന് കാണാൻ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചു നോക്കുകയാണ് വേണ്ടത്. അതായത് 95 കുറയ്ക്കണം 75. 5 കുറയ്ക്കണം 5 0. 9 കുറയ്ക്കണം 7 2. 20 രൂപ കൂടുതലാണ്. പത്രവാർത്ത. ചികിത്സാ സഹായം തേടുന്നു. ചെറുവന്നൂർ. കരൾ സംബന്ധയായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന യുവതി ചികിത്സാ സഹായം തേടുന്നു. സമ്പാദ്യപ്പെട്ടിയിലെ തുക ഇവർക്ക് കൊടുത്താലോ? തീർച്ചയായും. അപ്പോൾ അവരവരുടെ സമ്പാദ്യപ്പെട്ടിയിലെ തുക വയ്യാതിരിക്കുന്ന ഇവർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ? നല്ല കാര്യമാണ് അവർ ചെയ്യുന്നത്. ഫിസിനും ഫിസയും അവരുടെ കയ്യിലുള്ള 10 രൂപ നോട്ടുകളും 5 രൂപ നോട്ടുകളും ചികിത്സാ സഹായത്തിന് കൊടുത്തു. എങ്കിൽ എത്ര രൂപയാണ് കൊടുത്തത്? ഫിസയുടെ കയ്യിലുള്ള 10 രൂപ നോട്ടുകൾ 2 എണ്ണമായിരുന്നു. ഫിസിന്റെ കയ്യിലുള്ളത് 5 എണ്ണമായിരുന്നു. അതായത് 2 10 രൂപ എന്ന് പറയുമ്പോൾ 20, 5 10 രൂപ എന്ന് പറയുമ്പോൾ 50. 20 കൂട്ടണം 50 70 രൂപ. പിന്നെ 5 രൂപ നോട്ടുകളും കൊടുത്തു. 5 രൂപ നോട്ട് ഫിസയുടെ കയ്യിലില്ല അല്ലെ. ഉള്ളത് നാണയമാണ്, 5 രൂപയുടെ നാണയമാണ്. ഫിസിന്റെ കയ്യിൽ 5 രൂപയുടെ നാണയവും ഉണ്ട്, നോട്ടും ഉണ്ട്. നാണയം 4 എണ്ണം ഉണ്ട്, നോട്ട് 1 ഉള്ളൂ. 5 രൂപയുടെ നോട്ട് 1, അതായത് 5 രൂപ. അപ്പൊ ആകെ 70 കൂട്ടണം 5 25 രൂപയാണ് അവര് കൊടുത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ചെയ്തു നോക്കാനായിട്ടുള്ളത്. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. ചെയ്ത ഭാഗങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കില്ലല്ലോ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്